പിറ്റേന്ന് രാവിലെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് ക്രിസ്റ്റി. അവനൊരു ബ്രൗൺ കളർ ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. ഇടത് കയ്യിൽ ഒരു വാച്ചും വലത് കയ്യിൽ ഒരു സിൽവർ ചെയിനും കിടപ്പുണ്ട്. കഴുത്തിലൊരു കുരിശുമാലയും. ഷർട്ടിന്റെ സ്ലീവ് മടക്കി താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു അവൻ. മുൻപിലത്തെ സോഫയിൽ ചാർലി ഇരിപ്പുണ്ട്. ജോഗിങ് കഴിഞ്ഞു വന്നതാണ്. പപ്പ മുറ്റത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ചാർലി അങ്ങോട്ടേക്ക് നോക്കിയതും ഒരുങ്ങി ഇറങ്ങി വരുന്ന ക്രിസ്റ്റിയാണ് കണ്ടത്. നീ രാവിലെ തന്നെ ഒരുങ്ങി എവിടെ പോവുക? ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ? ചാർലി അവനെ കണ്ടതും സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ എനിക്ക് എനിക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടി ഒന്ന് പുറത്തു പോകണമായിരുന്നടാ. അവൻ തിരികെ മറുപടി പറഞ്ഞു. പോയിട്ട് വാ. ചാർലി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. മോനെ, നീ കഴിക്കുന്നില്ലേ? അവന്റെ ശബ്ദം കേട്ടതും മമ്മി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന് ചോദിച്ചു. ഇല്ല മമ്മി, ഞാൻ പോയിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. രാവിലെ ആഹാരം പോലും കഴിക്കാതെ ഇവൻ എവിടേക്ക് പോവാ ചാർലി? അവന്റെ മമ്മി ചാർലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഭക്ഷണം പോലും നേരെ ചൊവ്വേ ഇറക്കാൻ പറ്റാത്ത കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോവുമായിരിക്കും മമ്മി. ചാർലി ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവരത് മനസ്സിലാകാത്ത രീതിയിൽ അവനെ നോക്കി നെറ്റി ചുളിച്ചു. അവനാണെങ്കിൽ അവരെ നോക്കി ചെറു പുഞ്ചിരിയോടെ മുകളിലേക്ക് കയറിപ്പോയി. ക്രിസ്റ്റി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. നീ എവിടെ പോകുക? അവന്റെ പപ്പ ഗൗരവത്തോടെ തന്നെ അവനോട് ചോദിച്ചു. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പപ്പേ. അവൻ തിരികെ അയാളോട് മറുപടി പറഞ്ഞു. ആ സ്ഥലത്തിനെന്താ പേരില്ലേ? നീ എവിടേക്ക് പോവാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടതും അവന്റെ മമ്മി പുറത്തേക്ക് ഇറങ്ങി വന്നു. നീ അവളെ കാണാനാണ് പോകുന്നതെങ്കിൽ അത് വേണ്ട. അവൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്നാ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞത്. അയാൾ കയ്യിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ മടക്കി ടേബിളിന്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. ഇച്ചായ ഒന്ന് അടങ്ങിയിരുന്നേ. അവന്റെ മമ്മി അയാളുടെ തോളിൽ തട്ടി. അവർക്ക് അപ്പോഴാണ് ചാർലി പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായത്. ഞാൻ സത്യം തന്നെയാ പറയുന്നത്. ഇവനെ ഇനി കൺമുൻപിൽ പോലും കാണണ്ടെന്നാ മോള് പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാ അവളെ കാണാൻ വേണ്ടി ഇവൻ അങ്ങോട്ടേക്ക് പോകുന്നത്? അവൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ നിൽക്കാതെയല്ലേ ഇവൻ അവളോട് പെരുമാറിയത്? അയാൾ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും അതിനെ ന്യായീകരിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും അത് പറഞ്ഞ് എന്നെ ഇങ്ങനെ കുത്തി നോവിക്കരുത്. പിന്നെ ഞാൻ ഇവിടെ നിന്നും അവളെ കാണാനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിൽ കണ്ടിട്ട് തന്നെ തിരികെ വരുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് അയാളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കാറും എടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇച്ചായൻ എന്താ? കുട്ടികൾ ഇങ്ങനെ വഴക്കുണ്ടാക്കി നിൽക്കട്ടെ എന്നാണോ ഇച്ചായൻ പറയുന്നത്? അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെങ്കിലും അത് പറഞ്ഞ് സോൾവ് ചെയ്യാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? വീണ്ടും കൂട്ടിക്കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അവൻ അവിടെ പോയതാണെങ്കിൽ അവളെ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട് വരട്ടെ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പരസ്പരം മിണ്ടാതിരിക്കണോ അവര്? മമ്മി പപ്പയെ നോക്കി ചോദിച്ചു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന്മാരെ വഷളാക്കുന്നത് നീയാ. 3 ഇത്തിരി എടുത്തുചാട്ടം കൂടുതൽ തന്നെയാ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡോസ് കിട്ടുന്നത് നല്ലതാ. അയാളും അവരെ നോക്കി പറഞ്ഞു. അല്ല, ആരാ ഇത് പറയുന്നേ? ആയ കാലത്ത് ഇതിനപ്പുറമായിരുന്നു നമ്മുടെ എടുത്തുചാട്ടം. വയസ്സായപ്പോൾ ഇത്തിരി ഒതുങ്ങിയെന്നും കരുതി ഞാൻ അവരെ വഷളാക്കിയെന്ന് പറയുവാ. ഇനി മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കാൻ പോകുന്നില്ല. അവരതും പറഞ്ഞ് അടുക്കളയിലേക്ക് കയറിപ്പോയതും അവർ പോയ വഴിയെ നോക്കി അയാൾ ചിരിച്ചു. ചാർലി അവരുടെ മുറിയിലേക്ക് ചെന്നതും ഷീതു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവൻ പോയതോ വന്നതോ ഒന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല. അത് കണ്ടതും അവൻ ചെറു പുഞ്ചിരിയോടെ ഒരു ടവലും എടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് ഇറങ്ങി. അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിട്ടും അവൾ അങ്ങനെ തന്നെ ഒരു കിടപ്പ് കിടക്കുകയായിരുന്നു. അത് കണ്ടതും ചാർലി അവൾ കിടന്നിരുന്ന വശത്തായിട്ട് ചെന്നു. പിന്നെ അവളുടെ അടുത്തേക്ക് കിടന്നു. അവളുടെ കവിളിൽ തന്റെ കവിൾ ചേർത്ത് വെച്ചു. ഇടുപ്പിലൂടെ അവൻ അവളുടെ പുറകിൽ കൂടി ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് തന്റെ ശരീരത്തിൽ ഒരു തണുപ്പറിഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. തന്നെ ചേർത്ത് പിടിച്ച് കിടന്നിരുന്ന അവന്റെ സാന്നിധ്യം അറിഞ്ഞതും അവളിൽ മറ്റെന്തോ ഒരു തരം വികാരം പൊതിഞ്ഞു. ചാർലി അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യാറില്ല. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ അവൻ തന്നെ കൂടുതൽ ചേർത്ത് നിർത്താറുണ്ട്. അപ്പോഴൊക്കെ തന്റെ ശരീരത്തിന് ഒരുതരം മരവിപ്പാണ്. ഇച്ഛായ, അവൻ വെച്ചിരുന്ന കൈക്ക് മുകളിൽ കൂടി അവൾ കൈവച്ചുകൊണ്ട് അവനെ വിളിച്ചു. ഉറക്കത്തിലെന്ന പോലെ അവനും ഒന്ന് മൂളി. അവൾ പെട്ടെന്ന് അവന്റെ കൈ മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാനായിട്ട് തുടങ്ങിയതും അവൻ അതിന് സമ്മതിക്കാതെ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇച്ഛായ, സമയം ഒരുപാടായി. ഞാൻ താഴേക്ക് ചെല്ലട്ടെ? അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് തല ചരിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ഷീതു, നീ ഇപ്പൊ എങ്ങോട്ടും പോവണ്ട. എനിക്ക് കുറച്ചു നേരം കൂടി നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കിടക്കണം. വല്ലാത്തൊരു ഫീല് തോന്നുവാ. അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവനും ആ നിമിഷം അവളെ തന്നെ നോക്കുകയായിരുന്നു. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. രാവിലെ ഒന്ന് എഴുന്നേറ്റിരുന്നു. ഞാൻ എഴുന്നേക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞു എഴുന്നേറ്റു. അത്ര രാവിലെ അവളെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് കരുതി ഫ്രഷായിട്ട് വന്നിട്ട് വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് കിടന്നതാ. പക്ഷേ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. അതിനിപ്പോൾ എന്താ? അതുകൊണ്ട് നിന്നെ ചേർത്ത് പിടിച്ചു കിടക്കാൻ എനിക്കും കഴിഞ്ഞില്ലേ? അവൻ തിരികെ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ഷിതു, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ എന്നോട് ഈ അകൽച്ച? നമുക്ക് ഒന്നായിക്കൂടെ?
അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം കേട്ടതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. ഇച്ഛായ, അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. നിന്നെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല ഞാൻ. എനിക്ക് പലതവണയും നിന്നിൽ നിന്നും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. എന്തോ ഒരു കാര്യം എന്നിൽ നിന്നും നിന്നെ വളരെയധികം അകറ്റുന്നുണ്ട്. അതെന്തായാലും ആദവല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്ത് കാര്യത്തിനാ നീ ഭയപ്പെടുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു. അതൊക്കെ ഇച്ചായന് വെറുതെ തോന്നുന്നതാ. അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലാന്ന് എൻ്റെ തലയെ തൊട്ട് നിനക്ക് സത്യം ചെയ്യാൻ പറ്റുമോ? അവൻ തിരികെ അവളോട് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം കേട്ടതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. എന്താ, നിനക്കതിന് പറ്റില്ലേ? അങ്ങനെയൊന്നും നിന്റെ മനസ്സിലില്ലെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? അപ്പോൾ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ എന്തിനാ നിനക്ക് മടി? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. എന്നാൽ അതിനവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ഷീതു, എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. ആ കാര്യങ്ങളാ എന്നിൽ നിന്നും നിന്നെ അകറ്റുന്നതും. ആദവും നീയും പ്രണയിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ പ്രണയിച്ചതാ. നിന്നെ സ്വന്തമാക്കണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് എൻ്റെ കരങ്ങളിലല്ല ദൈവം നിന്നെ എത്തിച്ചത്. പകരം അവൻ്റെ അടുത്തായിരുന്നു. അതിലെനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവനാ. എനിക്ക് നിന്റെ ആഗ്രഹം സാധിച്ചതിലുള്ള സന്തോഷമായിരുന്നു. ആ സംഭവങ്ങളൊക്കെ നടന്ന് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വരെ ഞാൻ നിന്നോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, അല്ലേ? അവൻ ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അതിനിടയിൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അറിയണ്ടെന്ന് കരുതിയിട്ട് തന്നെയാ ഒരിക്കൽ പോലും ഞാനത് പറയാഞ്ഞത്. ചിലപ്പോൾ എൻ്റെ സ്നേഹം അത്ര ആത്മാർത്ഥത ഉള്ളതുകൊണ്ടായിരിക്കണം. ഞാൻ അതുപോലെ തന്നെ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് തന്നെ നിന്നെ തന്നത്. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നേ. ശക്തിക്കറിയാം ഞാൻ എന്തുമാത്രം നിന്നെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ മനുഷ്യർക്ക് പോലും അറിയാത്തത് ദൈവത്തിന് അറിയാമെന്ന് പറയില്ലേ, അതുപോലെ. അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൾ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഷിതു, എന്തു പറ്റി? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? അവനും കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. ഇച്ചായ, ഞാൻ... അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ്, കരയല്ലേ. നീ കരഞ്ഞാൽ ഒരിക്കലും എനിക്കത് സഹിക്കാൻ കഴിയില്ല. നിന്റെ കണ്ണ് നിറയാതിരിക്കാനാ ഓരോ നിമിഷവും ഞാൻ ശ്രമിക്കുന്നത്. നിന്റെ കണ്ണൊന്നും നിറഞ്ഞാൽ എൻ്റെ ഹൃദയം പിടയ്ക്കും. അവൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. കാരണം അവൾക്കറിയായിരുന്നു അവൻ എത്രത്തോളമാണ് അവളെ സ്നേഹിക്കുന്നതെന്ന്. ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിവാഹകാര്യം. പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചതിന് ശേഷം നടത്താമെന്നാ പപ്പയും പറയുന്നത്. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട്? അവൻ സംശയത്തോട് അവളെ നോക്കി. ഇച്ചായൻ എന്ത് ചെയ്താലും ഞാൻ ഒപ്പം ഉണ്ടാകും. ഒരിക്കലും എൻ്റെ ദോഷത്തിന് വേണ്ടി ഇച്ചായൻ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. ഇപ്പോഴും നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്തിനാ നമുക്കിടയിൽ ഒരകൽച്ചയെന്ന്. അവൻ പറഞ്ഞതും അവൾക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പേ, പെട്ടെന്ന് കുഞ്ഞിൻ്റെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ഉറക്കത്തിൽ കണ്ണു തുറന്ന് അവനെ നോക്കി വിളിക്കുകയാണ് ഇസു. എൻ്റെ ഇസു, എഴുന്നേറ്റോ? അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ ഇരു കൈകളും നീട്ടി വിളിച്ചു. അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ അവളെ കട്ടിലിൽ നിന്നും പൊക്കിയെടുത്ത് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. പിന്നെ അപ്പനും മോളും തമ്മിലായിരുന്നു സംസാരം. അത് കണ്ടതും ഷീതു പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം മുഖം ഒന്നുകൂടി കഴുകി താഴേക്ക് പോയി. ക്രിസ്റ്റി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഋഷു ഒഴിച്ചു ബാക്കി എല്ലാവരും ഡൈനിങ് ടേബിളിൽ തന്നെയുണ്ട്. അവൻ ഹാളിലേക്ക് കയറി ചെന്നു. ക്രിസ്റ്റി, വാ. അവനെ കണ്ടതും റോഷൻ അവനെ അകത്തേക്ക് വിളിച്ചു. റോഷന്റെ ഭാര്യ നിമ്മി അവരുടെ മകനായ ആൽവിക്ക് ആഹാരം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഋഷുവിന്റെ പപ്പ അവനെ കണ്ടിട്ട് ഒന്നും തന്നെ മിണ്ടിയില്ല. എന്താടാ രാവിലെ തന്നെ ഇങ്ങോട്ട്? എന്തെങ്കിലും വിശേഷമുണ്ടോ? റോഷൻ അവനെ കണ്ടതും ചോദിച്ചു. അങ്കിൾ. ആൽവി അവനെ കണ്ടതും വിളിച്ചു. ക്രിസ്റ്റി അടുത്തേക്ക് ചെന്ന് അവൻ്റെ തലയിലൊന്ന് തലോടി. ഏയ്, വിശേഷമൊന്നുമില്ലടാ, ഞാൻ വെറുതെ ഇങ്ങോട്ട്. അവൻ അവരെ നോക്കി പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ പോയത് പപ്പയുടെ നേർക്കായിരുന്നു. അയാളാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആഹാരം കഴിക്കുകയായിരുന്നു. അവളെ തല്ലിയതിൽ അയാൾക്ക് നല്ല സങ്കടമുണ്ടെന്നും തന്നോട് അതിൻ്റെ പരിഭവമുണ്ടെന്നും അവന് മനസ്സിലായി. അല്ല, മോനെപ്പോ വന്നു? വാ, ഇരിക്ക്, ആഹാരം കഴിക്കാം. അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന ആനി അവനെ കണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട ആൻറ്റി, നിങ്ങൾ കഴിച്ചോ. അവൻ തിരികെ മറുപടി പറഞ്ഞതും ഋഷുവിൻ്റെ പപ്പ ഒരു പ്ലേറ്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. മൗനമായി തന്നെ കഴിക്കാൻ വിളിക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഇരിക്കടാ, നീ രാവിലെ കഴിച്ചിട്ടാണോ വന്നത്? ആനി സംശയത്തോടെ അവനോട് ചോദിച്ചു. അതിനവനില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എങ്കിൽ പിന്നെ എന്താ, അങ്ങോട്ട് ഇരിക്ക്. അവർ നിർബന്ധിച്ച് അവനെ അവിടെ ഇരുത്തി. അവൻ ഇരുന്നത് പപ്പയുടെ അടുത്തായിട്ടായിരുന്നു. അയാളാണെങ്കിൽ അപ്പവും കടലക്കറിയും ഒക്കെ അവൻ്റെ നേരെ നീട്ടി വെക്കുന്നുണ്ട്. അവൻ എടുക്കട്ടെ എന്ന് കരുതി. എന്നാൽ അവനോടൊന്ന് സംസാരിക്കുകയോ വിശേഷങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. റോഷനും നിമ്മിയും അവരുടെ മമ്മിയും ഒന്നും തന്നെ ഋഷുവിൻ്റെ കാര്യം അവനോട് സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തിരുന്നില്ല.
അവനാണെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും മുകളിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇറങ്ങി വരുന്നുണ്ടോ, ഉറക്കം ഉണർന്നു കാണുവോ എന്നൊക്കെയായിരുന്നു സംശയം അവന്. അതെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. റോഷൻ കഴിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. എടാ, നീ ഇങ്ങനെ കണ്ണു നട്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണ്ട, അവളിവിടെ ഇല്ല, റോഷൻ അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ക്രിസ്റ്റി പെട്ടെന്ന് വല്ലാതെയായി. അവൾ എവിടെ പോയി എന്നുള്ള സംശയത്തോടെ അവൻ തിരികെ നോക്കി. അവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമായിരുന്നു ഇന്ന് വെളുപ്പിനെ തന്നെ അവൾ അങ്ങോട്ടേക്ക് പോയി. ഇനി രാത്രിയിലേ തിരിച്ചു വരുള്ളൂ. റോഷൻ അവനെ നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ടതും അവന് വല്ലാത്ത സങ്കടം തോന്നി. അവളെ ഒന്ന് കാണാനോ സംസാരിക്കാനോ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു അവന്. റോഷനും നിമ്മയും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റു. അവർ രണ്ടുപേരും കൈ കഴുകിയതിനു ശേഷം ജോലിക്ക് പോകാനായി റെഡിയായി. മമ്മി, ഞങ്ങൾ ഇറങ്ങുവാണേ. ആൽവി, പപ്പയും മമ്മിയും പോയിട്ട് വരാം. അമ്മച്ചിയോട് വഴക്കുണ്ടാക്കാതെ നോക്കണേ, നല്ല കുട്ടിയായിട്ടിരിക്കണം. നിമ്മി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മമ്മി, ഞാൻ അങ്കിളിൻ്റെ കൂടെ പൊക്കോട്ടെ, ഈശുവിൻ്റെ വീട്ടിൽ? ആൽവി സംശയത്തോടെ അവൻ്റെ പപ്പയോടും മമ്മയോടും ചോദിച്ചു. അതൊന്നും വേണ്ട, അവിടെ ചെന്ന് ആ കൊച്ചിനെ കൂടി വഴക്കുണ്ടാക്കാൻ. നീ അമ്മച്ചിയുടെ കൂടെ ഇരുന്നാൽ മതി. അവൾ തിരികെ അവനോട് പറഞ്ഞതും അവൻ മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. സ്കൂളൊക്കെ അടച്ചില്ലേ, ഞാനവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. വൈകിട്ട് തിരികെ കൊണ്ടാക്കാം. അവനിവിടെ കളിക്കാൻ ആരുമില്ലല്ലോ, ഇസുവിനും ആരുമില്ല. ക്രിസ്റ്റി പെട്ടെന്ന് അവളോട് പറഞ്ഞു. അത് കുട്ടികൾക്ക് വേണ്ടിയല്ലെന്നും വൈകിട്ട് അവനെ കൊണ്ടാക്കാൻ വരുമ്പോൾ ഋഷുവിനെ കാണാനുള്ള അവൻ്റെ അടവാണെന്നും എല്ലാവർക്കും മനസ്സിലായി. പ്ലീസ് പപ്പേ, ആൽവി വീണ്ടും അവനോട് കൊഞ്ചി. ശരി ശരി, പക്ഷെ അവിടെ ചെന്ന് അവളോട് വഴക്കുണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ ഇനി ഒരിക്കലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടല്ലോ. റോഷൻ കുഞ്ഞിനോടായി പറഞ്ഞതും അത് കേട്ട് ക്രിസ്റ്റി ആഹാരം നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. കുഞ്ഞിനോടാണത് പറഞ്ഞതെങ്കിലും തന്നോടുകൂടിയുള്ള വാണിംഗ് ആണതെന്ന് അവന് മനസ്സിലായി. അവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. മമ്മി അടുക്കളയിലേക്ക് പോയതും അവനും അവളുടെ പപ്പയും മാത്രമായി അവിടെ. അങ്കിൾ, അവൻ അയാളെ നോക്കി വിളിച്ചു. അയാൾ അതിനൊന്ന് മൂളി. സോറി അങ്കിൾ, എന്നോട് ദേഷ്യമാണോ? അവൻ സംശയത്തോടെ അയാളെ നോക്കി. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, ചെറിയൊരു പരിഭവമുണ്ട്. അതെന്തിനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അയാളും തിരികെ അവനോട് മറുപടി പറഞ്ഞു. മരുമകനോട് ക്ഷമിക്കാൻ കഴിയില്ല അല്ലേ? അവൻ ഒളിക്കണ്ണിട്ട് നോക്കി അയാളോട് ചോദിച്ചു. അതിന് നടക്കുമെന്ന് തോന്നില്ല ക്രിസ്റ്റി, അയാൾ തിരികെ അവനോട് പറഞ്ഞു. അത് കേട്ടതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞല്ലോ അവളുടെ മനസ്സിൽ എന്താണെന്ന്. അവൾ ഇനി അത് മാറ്റി പറയാതെ എങ്ങനെയാ ഞാൻ നിനക്ക് വാക്ക് തരുന്നത്? അയാൾ തിരികെ ചോദിച്ചു. അങ്കിൾ, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അങ്കിളിന് അറിയാലോ. അങ്കിളിന് അങ്കിളിന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അവൻ വീണ്ടും ചോദിച്ചു. നീ തന്നെ സംസാരിച്ച് നോക്ക്. ഞാനും ഈ കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൾ പറയുന്നത് എന്താണോ അതുപോലെയായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അയാൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കൈ കഴുകി. അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അയാൾക്ക് സങ്കടമുണ്ടെങ്കിലും തൻ്റെ മകളെ വേദനിപ്പിച്ചതിനുള്ള പരിഭവം ആ അപ്പനുണ്ടായിരുന്നു. പിന്നെ ആൽവിയെ വിളിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, നീ ബുദ്ധിമുട്ടണ്ട. അയാൾ കൈ തുടച്ചുകൊണ്ട് അവനെ നോക്കി. അങ്കിൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അങ്കിളിൻ്റെ മോളെ തന്നെയായിരിക്കും. എന്നെ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തനെ കൊണ്ട് അവളെ കെട്ടിക്കാനുള്ള പ്ലാൻ വല്ലതും നടത്തിയാലുണ്ടല്ലോ, ഞാൻ പെട്ടിയും കിടക്കയും എടുത്ത് ഇവിടെ വന്ന് നിൽക്കും. സത്യമായിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അവളെ പെണ്ണ് കാണാൻ വരുന്നവനോട് ഞാൻ ആരാണെന്ന് അപ്പനും മോളും എന്ത് പറയും? അവൻ ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് അയാളോട് ചോദിച്ചു. നീ എന്താ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? അയാൾക്ക് ചിരി വരുന്നുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ അയാളും തിരികെ ചോദിച്ചു. ആണെന്ന് കുട്ടിക്ക് അമ്മായിപ്പാ, നിങ്ങളുടെ മോളും ഒറ്റക്കെട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്കൊന്ന് കൊടുത്തതിൽ എനിക്കിപ്പോൾ സങ്കടമൊന്നും തോന്നുന്നില്ല. കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെയല്ലേ? കല്യാണം കഴിഞ്ഞ് ഇനി എത്ര എൻ്റെ കയ്യിൽ നിന്നും കിട്ടാനിരിക്കുന്നു എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതിൽ നിന്നും ഒരെണ്ണം കുറഞ്ഞെന്ന് കരുതിയാൽ മതി. അവനും തിരികെ അയാളെ നോക്കി പറഞ്ഞു. അതും കൂടി കേട്ടതും അയാൾക്ക് ചിരി വന്നു. നീ അങ്ങേരുടെ കൊച്ചുമോൻ തന്നെ. നിന്റെ അപ്പൻ്റെ ഗുണവും നിനക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അയാൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവനും ചിരിച്ചു. രണ്ടിൻ്റെ പിണക്കമൊക്കെ മാറിയോ? അത് കേട്ടുകൊണ്ടാണ് അവരുടെ മമ്മി അടുക്കളയിൽ നിന്നും വന്നത്. അവൻ അവരെ രണ്ടുപേരെ നോക്കി ചോദിച്ചു. എനിക്ക് പിണക്കമൊന്നുമില്ല. അല്ലെങ്കിലും ഇവനെ എൻ്റെ മരുമകനായിട്ട് ഞാൻ എന്നേ കണ്ടുപോയതാ. പക്ഷെ ഞാൻ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇനി തീരുമാനിക്കേണ്ടത് അവളാണ്. അയാൾ അവരെ നോക്കി പറഞ്ഞു. അതോർത്ത് അങ്കിൾ പേടിക്കണ്ട, അവളെ മെരുക്കിയെടുക്കാനൊക്കെ എനിക്കറിയാം. അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു. നീ അങ്ങോട്ട് ചെല്ലും, അവളിപ്പോൾ അതിന് നിന്നും തരികയും ചെയ്യും. അയാൾ മനസ്സിൽ പറഞ്ഞിരുന്നു. അല്ല, അവൾ ഏത് കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയതാ? അവൻ സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. രമ്യ, അവളുടെ കൂടെ ബിഎഡിന് പഠിച്ച കുട്ടിയാ. അവളുടെ മമ്മിയാണ് ഉത്തരം പറഞ്ഞത്. അപ്പോഴേക്കും ആൽവി പോയി അവൻ്റെ കാറും ബസ്സും എടുത്തുകൊണ്ട് വന്നു. അങ്കിൾ, പോകാം, ആൽവി അവനെ നോക്കി പറഞ്ഞു. ഈ ഡ്രസ്സിൽ പോവാണോ? മമ്മി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇത് മതി അമ്മച്ചി. അവൻ തിരികെ അവരോട് മറുപടി പറഞ്ഞു. രണ്ടും കൂടി വഴക്കുണ്ടാക്കിയാലും ഇവൻ അവളെ ജീവനാ. അവളുടെ മമ്മി അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. എനിക്ക് തോന്നുന്നത് ഇവനും ഇസുവും വളരുമ്പോൾ ഇവനെയും നമ്മുടെ മോളെയും പോലെ ആകുമെന്നാ. രണ്ടിനും മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ പുറമേ അതൊന്നും കാണിക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വഴക്കും വല്യച്ചണ്ടയും. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ക്രിസ്റ്റിയും മമ്മിയും ചിരിച്ചു. ചാർലി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഷീതു. ഉറക്കം എഴുന്നേറ്ററിയ താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ്
ബാൽക്കണിയിൽ എന്തോ ആലോചനയോടെ നിൽക്കുന്ന അവളെ കണ്ടത്. ചേച്ചി, അവൾ പുറകിൽ ചെന്ന് വിളിച്ചതും ഷീതു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. രാവിലെ തന്നെ വന്ന് എന്താ ഇത്ര ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? റിയ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു. ഒന്നുമില്ല മോളെ, അവൾ മറുപടി പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ല എന്നൊന്നും പറയണ്ട, കാര്യമായിട്ട് ആലോചിക്കാൻ പറ്റിയ എന്തോ ഉണ്ട്. അല്ലാതെ ചേച്ചി രാവിലെ വന്ന് നിന്ന് ആലോചിക്കില്ല. എന്താ ചാർലിച്ചായം വല്ലതും പറഞ്ഞോ? അവൾ സംശയത്തോട് ചോദിച്ചു. അത് കേട്ടതും ഷീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ചേച്ചി, എന്താ പറ്റിയത്? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ? ചേച്ചിക്ക് എന്തോ നല്ല സങ്കടം ഉണ്ടല്ലോ. അവൾ ഷീതുവിന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ പറഞ്ഞുകൊണ്ട് അവൾ രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ റിയോട് പറഞ്ഞു. ഞാനും അത് ചേച്ചിയോട് ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. ചേച്ചിയുടെ മനസ്സിൽ എന്താ? എന്തിനാ ചാർലിച്ചായനോട് ഈ അകൽച്ച കാണിക്കുന്നേ? എന്നോടെങ്കിലും പറഞ്ഞൂടെ? റിയ അവളോട് ചോദിച്ചു. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ റിയയുടെ മുഖത്തേക്ക് നോക്കി. ഷീതു, നീ ഇപ്പോഴാ ആദത്തെ? അവൾ ബാക്കി പറയാൻ സമ്മതിക്കാതെ ഷീതു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അല്ല, ഞാൻ ചോദിച്ചതാ നിന്നോട്. റിയ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ഇല്ല റിയ, ഒരിക്കലും എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. ഷീതു അവളെ നോക്കി ഉറപ്പോടെ മറുപടി പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് എന്നുള്ള അർത്ഥത്തിൽ അവൾ വീണ്ടും ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മോളെ, എനിക്ക് ഇച്ചായനോട് ഒരു ഇഷ്ടക്കുറവും ഇല്ല. ആ മനുഷ്യനോട് എന്നും ബഹുമാനവും സ്നേഹവും മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്കും ആഗ്രഹമുണ്ട് ഇച്ചായൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് മനസ്സ് നിറഞ്ഞ് ആ മനുഷ്യനെ സ്നേഹിക്കണമെന്ന്. പക്ഷെ എനിക്ക് പേടിയറിയാം. അവൾ ദയനീയമായി റിയയെ നോക്കി പറഞ്ഞു. ചേച്ചി എന്തിനിങ്ങനെ പേടിക്കുന്നേ? അങ്ങനെ പോലെയാണോ നമ്മുടെ ചാർലി ചായൻ? റിയ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഏയ്, ഇച്ചായൻ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അത് പിന്നെ അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ റിയയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചി, റിയ സംശയത്തോടെ അവളെ വിളിച്ചു. മോളെ, എൻ്റെ പേടി അതൊന്നുമല്ല. ഞാനും ഇച്ചായനും ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായ ഇച്ചായൻ എൻ്റെ ഇസുമോളെ. അവൾ ബാക്കി പറയാതെ നിർത്തി. ഇസുവിനെ? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? റിയ സംശയത്തോടെ അവളെ. അത് പിന്നെ ഇസുവിനെ ഇച്ചായൻ വെറുക്കുമോ എന്ന്. മറ്റൊരു കുഞ്ഞു വന്ന ഇച്ചായൻ ഇസു ഒരു ഭാരം. ഡി, അവൾ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടിരുന്നു. അത് കേട്ടതും ഷീതുവും റിയയും ഒരുപോലെ ഞെട്ടി തിരിഞ്ഞു നോക്കി. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ചുവന്ന മുഖവുമായി ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു അവൻ അവളെ. ഷീതു ഞെട്ടിപ്പോയിരുന്നു. അവളുടെ ശരീരം ആസകലം വിറച്ചു. ഭൂമി പിളർന്ന് രണ്ടായി താൻ താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി.